ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബ്രില്യൻ സ്റ്റഡി സെന്ററിനൊപ്പം നിങ്ങൾ ചേർന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് മാത്രമല്ല ഒരു നല്ല വർഷത്തിൻ്റെ തുടക്കം ആകാൻ പോവുകയാണ്. 2026 നിങ്ങളുടേതായി മാറട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, 2026 ഇതേ സമയത്ത് ഞാൻ ഏത് മെഡിക്കൽ കോളേജിലാണ് അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട ഏത് സുപ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് ആക്കം കൂട്ടേണ്ട രീതിയിൽ നിങ്ങൾ പെരുമാറേണ്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ നമ്മുടെ ക്രിസ്മസ് സ്റ്റഡി ലീവ് ഇത് ഇന്ന് തുടങ്ങിയിരിക്കുന്നു. 10 ദിവസമാണ് നിങ്ങൾക്കുള്ളത്. നമ്മൾ ഓണത്തിന് പോയപ്പോഴും ഒക്കെ നിങ്ങളോട് പറഞ്ഞു വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നെ വീണ്ടും പറയണം. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടെ, കാരണം നമ്മൾ ഓണത്തിന് വെക്കേഷന് പോയ സമയത്തെക്കാളും കുറച്ചുകൂടെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ പുതുവർഷം, ആ പുതുവർഷത്തിൽ ഏകദേശം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ ആദ്യത്തെ മോഡൽ എക്സാംസ് എഴുതി തുടങ്ങും. ഒരുപക്ഷെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ വന്നിട്ട് ഒരു നീറ്റ് പരീക്ഷ എഴുതുന്ന അതേ ഗൗരവത്തോടെ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്ന പരീക്ഷ ഇത് തന്നെയാകും. വീക്ക്ലി എക്സാംസ് എഴുതിയിട്ടുണ്ട്, പലരും വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ബ്രില്യൻറ്റിനെയും ഞങ്ങളെയും നിങ്ങളെയും ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ നീറ്റ് എക്സാമിനേഷനുകളുടെ തുടക്കം നമ്മുടെ ജാനുവരിയുടെ എക്സാമിനേഷനോടുകൂടി തന്നെയാണ്. സോ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ആ പരീക്ഷയ്ക്ക് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ട സമയമാണ് ഈ 10 ദിവസം. ഇവിടെ പോകുന്ന കുട്ടികളുണ്ട്, റെഫറൻസ് ഉപയോഗപ്പെടുത്തി ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്, പല സ്ഥലങ്ങളിൽ പല രീതിയിൽ എത്തപ്പെടുന്ന കുട്ടികളുണ്ട്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഗോൾഡൻ ഡേയ്സ് ഒരു പക്ഷേ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ക്ലാസ് മുറികളിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന 10 ദിവസങ്ങൾ, ഗോൾഡൻ 10 ഡേയ്സ് അല്ലേ? അതാകണം ഈ 10 ദിവസവും. എങ്ങനെയാണ് ഈ 10 ദിവസം ഞാൻ പഠിക്കേണ്ടതെന്ന് ഒരുപാട് കുട്ടികൾ പോകുന്നതിന് മുൻപും പോകുന്ന സമയത്തും ഒക്കെ എന്നോട് വന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നിയത്. നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന ക്വസ്റ്റ്യനിൽ ആദ്യം പറയേണ്ടത്, നിങ്ങളുടെ പെൻഡിങ് ടോപ്പിക്സ് തീർക്കാനുള്ള മറ്റൊരവസരം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലോങ് ലീവായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് അവധിയായിട്ട് കിട്ടുമെന്ന് കരുതണ്ട. സോ ഈ ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളുടെ പെൻഡിങ് ടോപ്പിക്സ് തീർക്കേണ്ട സമയം. ആദ്യത്തെ പ്രയോറിറ്റി അതിന് തന്നെ ആകണം, പെൻഡിങ് ടോപ്പിക്സ്. അതിന് വേറെയും ഒരു കാര്യം, പെൻഡിങ് ടോപ്പിക്സ് ചില കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് ഒത്തിരി കൂടുതൽ പെൻഡിങ് ടോപ്പിക്സ് ഉള്ള കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫിസിക്സ് എടുത്തു വെച്ച് തുറന്ന് കുറച്ചൊന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വെപ്രാളം തോന്നും, അയ്യോ എങ്ങും എത്തുന്നില്ലല്ലോ, എങ്കിൽ കെമിസ്ട്രി കുറച്ചുകൂടെ എളുപ്പമാണ്, കെമിസ്ട്രി പഠിക്കാം. കെമിസ്ട്രി പഠിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മറ്റൊരു ചിന്ത വരുന്നത്, അയ്യോ ഇല്ല ബയോളജി ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേഗത്തിൽ പഠിച്ചു തീർക്കാം, എന്നാൽ ബയോളജി പഠിച്ചിട്ട് ഞാൻ ഫിസിക്സിലേക്ക് വരാം. അവിടെ തന്നെ നമ്മുടെ ഒരു രീതി ശരിയല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 10 ദിവസത്തേക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ കൂടി അന്നുള്ള ടൈം ടേബിൾ, ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണ്, ഞാൻ രാവിലെ 8 മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ ഞാൻ 8 മണി വരെ ഫിസിക്സ് ആണ് പഠിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതൊരു പേപ്പറിൽ കൃത്യമായി എഴുതി വെക്കുകയും അത് ഫോളോ ചെയ്യുകയും വേണം. അല്ലാതെ കുറേ പുസ്തകങ്ങളുടെ ചുറ്റിലും ഇരുന്ന് ഒന്ന് ഫിസിക്സ് തുറക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ കെമിസ്ട്രി, കുറച്ച് കഴിയുമ്പോൾ ബയോളജി, അതല്ല ശരിയായ മാർഗം. സോ പെൻഡിങ് ടോപ്പിക് തീർക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫിസിക്സിൽ എത്ര പെൻഡിങ്, കെമിസ്ട്രിയിൽ എത്ര പെൻഡിങ്, ബയോളജിയിൽ എത്ര പെൻഡിങ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ഒരു റഫ് കാൽക്കുലേഷൻ എത്ര അവേഴ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. അത് നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നല്ലത്. 10 ദിവസത്തേക്കും പ്രയർ ടൈം ടേബിൾ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ അന്നുള്ള ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, പെൻഡിങ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ക്ലി എക്സാമിൻ്റെ പ്രോഗ്രസ് കാർഡൊന്ന് കയ്യിൽ വെക്കുക. ഈ പ്രോഗ്രസ് കാർഡിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു നല്ല അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കിലൊക്കെ ഒത്തിരി താഴെ പോയ പരീക്ഷകൾ, ആ പരീക്ഷകളിലുള്ള സബ്ജക്ട്സ്, അന്ന് ഫിസിക്സ് ആണോ കുറഞ്ഞത്, കെമിസ്ട്രി ആണോ കുറഞ്ഞത്, ബയോളജി ആണോ എന്ന് മനസ്സിലാക്കി ആ
ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുത്ത് ആദ്യം പഠിക്കുക. കാരണം മാർക്ക് കുറഞ്ഞ ചാപ്റ്റേഴ്സിന് ഡെഫിനറ്റ് ആയിട്ടും ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ടാകും. അത് ക്ലിയർ ചെയ്യാനാണ് രണ്ടാമത്തെ അപ്രോച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രോഗ്രസ് കാർഡ് നോക്കി ഏതിനാണോ മാർക്ക് കുറഞ്ഞത് അത് ചെയ്യുക. ഇനി കോൺസ്റ്റന്റ് ആയിട്ട് മാർക്ക് വാങ്ങിക്കുന്നു, വലിയ കുറവുകൾ ഇല്ല, എനിക്ക് പ്രോഗ്രസ് കാർഡ് നോക്കി ചെയ്യേണ്ട കാര്യവും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു റിവൈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പെർട്ടിക്കുലർലി നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. കാരണം മോഡൽ എക്സാം തുടങ്ങി കഴിയുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ NCERT മുഴുവൻ വായിച്ചു തീർക്കുക, അതും എത്രയോ പ്രാവശ്യം വായിച്ചു തീർക്കുക എന്ന് പറയുന്നിടത്ത് എല്ലാം എന്ന് പറഞ്ഞാൽ 81 ചാപ്റ്റേഴ്സാണ്. ഈ 81 ചാപ്റ്റേഴ്സും നമുക്ക് ഒന്ന് ഓടിച്ചു പോകാൻ ആ സമയത്ത് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നിയാൽ ഈ സമയമാണ് അതൊന്നുകൂടെ മറിച്ച് നോക്കാനുള്ള സമയം. കാരണം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട്സുകളെയും ഫോർമുല ബുക്കിനെയും ഒരുപക്ഷെ NCERT പോലും ഒന്ന് മറിച്ച് കടന്നു പോകേണ്ടതായിട്ട് വരും. പേജ് മറിക്കുക എന്നതിനപ്പുറം ഇൻ ഡെപ്തിലേക്ക് പോയി അതിനെ വായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ അതിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഈ 10 ദിവസം തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യം, അതായത് ഓരോ കുട്ടികളും ഓരോ ലെവലിൽ നിൽക്കുന്നവരാണ്. പെൻഡിങ് ഉള്ളവർ അത് തീർക്കുമ്പോൾ പ്രോഗ്രസ് കാർഡിലെ വലിയ ഫ്ലക്ച്വേഷൻ ഉള്ളവർ, ഒത്തിരി താഴെ പോയവർ ഈ താഴെ പോയ ചാപ്റ്ററുകളെ എല്ലാം പെൻഡിങ് ആയി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ആൾക്കാർ, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ടൈം ടേബിളിന് മുൻതൂക്കം നൽകി, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് ഏത് സബ്ജക്റ്റിനാണ് ഞാൻ കുറച്ചുകൂടെ NCERT ഒന്ന് വായിക്കേണ്ടതെന്ന് കരുതി NCERTക്ക് മുൻതൂക്കം കൊടുത്ത് വായിക്കണം. ഇനി ഞാനൊരു കാര്യം പറയാം. ശരിക്കും ഞാൻ ഇപ്പോൾ വന്നത് ഇതൊന്നും പറയാനല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ പറഞ്ഞു തരാനാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ രാവിലെ ഞാനൊരു റഫായിട്ടൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്കൊരു 5 മണി തൊട്ട് 8 മണി വരെ നമ്മൾ പഠിച്ചു എന്ന് കരുതും. 3 മണിക്കൂർ പഠിക്കുന്നുണ്ട്. ഈ 3 മണിക്കൂർ നിങ്ങൾ വീട്ടിലായാലും റെഫറൻസിലായാലും ഹോസ്റ്റലിലായാലും എവിടെ ആയാലും 5 മണി തൊട്ട് 8 മണി വരെ സ്ഥിരം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ചെയ്യുക. വീട്ടിലാണെങ്കിൽ കൂടി ഞാൻ വീട്ടിലല്ലേ 6 മണിക്ക് എണീറ്റാൽ മതി എന്ന് കരുതരുത്. കൃത്യം 5 മണിക്ക് അലാം വെച്ച് 5 മണി തൊട്ട് 8 മണി വരെ കൃത്യം പഠിക്കുക. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നിങ്ങൾ വീട്ടിലായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഓടി നമ്മൾ ക്ലാസ്സിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിലേക്ക് പോകും. പക്ഷേ വീട്ടിലാകുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഒന്ന് അമ്മയോട് സംസാരിക്കണം അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കണം, കുറച്ചൊരു ആക്ടിവിറ്റി, ഒരു 30 മിനിറ്റ്സ് എടുത്തോ. എന്നാൽ പോലും 8 മണി തൊട്ട് 9 മണി വരെ 1 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാനും അതോടൊപ്പം തന്നെ ചെറിയൊരു ഇൻട്രാക്ഷനും വിട്ടുകൊടുത്താലും 9 മണി തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ ഒരു 1 മണി വരെ കൃത്യമായി നമുക്ക് പഠിക്കാം. 4 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കാം. ഈ 4 മണിക്കൂർ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിനകത്ത് ഇരുന്ന് പഠിക്കണം എന്ന് പറയില്ല. ഒരു 2 മണിക്കൂർ, അതായത് 9 മണി തൊട്ട് ഒരു 11 മണി വരെ പഠിച്ച് ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കൂ. 11 to 11:15 ബ്രേക്ക് എടുത്തോ. 11:15 to 1:15 വീണ്ടും പഠിച്ചോ. ചുരുക്കം പറഞ്ഞാൽ ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കാൻ റെഡി ആകുമ്പോഴേക്കും ഏകദേശം 7 മണിക്കൂറോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴും ഇത് തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ഇതേ ഒരു രീതിയിൽ ഒരുപക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മൾ രാവിലത്തെ സെഷൻ ഒരു 2.5-3 മണിക്കൂർ ഇവിടെയും വീട്ടിലുമായിട്ട് നമ്മൾ ഇതേ സമയം തന്നെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ അത് തന്നെ യൂട്ടിലൈസ് ചെയ്ത് പോകണം. 1:15 ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഒരു അരമണിക്കൂർ ഭക്ഷണം കഴിക്കാനും അരമണിക്കൂർ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാനും എടുത്തോ. അപ്പോൾ പോലും 1:15 തൊട്ട് 2:15 വരെ നമ്മളിതേ വീട്ടുകാരോടൊപ്പം ചിലവഴിക്കുകയാണ് 1 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അരമണിക്കൂർ കൊണ്ട് തികയോ, അത് മതിയോ? തൽക്കാലം മതി. കാരണം അപ്പോൾ വിചാരിക്കേണ്ടത് അടുത്ത വർഷം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. എവിടുന്ന് വന്നിട്ട്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിരുന്നിട്ട് വേണ്ടേ? അത് വേണമെങ്കിൽ തൽക്കാലം ചെറുതായിട്ട് നമുക്കൊന്ന് സാക്രിഫൈസ് ചെയ്യാം. നോക്കൂ, എന്നിട്ട് നമ്മളൊരു 2:15 പഠിച്ചു തുടങ്ങുന്നു എന്ന് വിചാരിച്ചോ, ഒരു 5:15 വരെ നമുക്കിരുന്ന് പഠിക്കാം. 3 മണിക്കൂർ നമുക്ക് പഠിക്കാം. കാരണം 5:15, 5:30 വരെ ക്ലാസ്സിലിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ 5:15 വരെ നമ്മൾ പഠിച്ചു. 5:15 വരെ പഠിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ 4, 3, 7 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇപ്പം 3 മണിക്കൂറുടെ അതെ 10 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈവനിങ് എത്തിയപ്പോൾ തന്നെ. 5:15 ഒന്നുകൂടെ നിങ്ങൾ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷൊക്കെ ചെയ്ത് ഒരുപക്ഷെ നിങ്ങൾക്കൊന്ന് കുളിച്ച് പ്രെയറൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രെയറൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഒരു സമയം, ഇവിടെ 1 മണിക്കൂർ എന്നുള്ളത് 5:15 പോയിട്ട് 6:15 വരാനും ഞാൻ പറയുന്നില്ല, 7:15 വന്നാൽ മതി. 2 മണിക്കൂർ എടുത്തോ. 1 മണിക്കൂർ നമുക്ക് കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും, പിന്നെ 1 മണിക്കൂർ വീട്ടുകാരോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ. ഒരു 1 അവർ നമ്മൾ എടുക്കുന്നതിന് പകരം 2 hours എടുത്തിരിക്കുന്നു. അപ്പോൾ 7:15 ആയുള്ളൂ. ഇപ്പോഴും നമുക്ക് സമയമുണ്ട് അല്ലേ? നമുക്കൊരു 8:15 വരെ ഒരു 1 മണിക്കൂർ ഒന്ന് പഠിക്കാം.
എന്തിനാണെന്നറിയോ? ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ ഒന്ന് പഠിച്ചിട്ട് ഡിന്നർ കഴിക്കാം. കാരണം ഓൾറെഡി നമ്മളൊന്ന് റിലാക്സ്ഡ് മോഡിലാണ് ഇപ്പോഴുള്ളത്. ഒരു 1 മണിക്കൂർ, അതല്ല നിങ്ങൾക്കൊരു 8:30 9 മണി വരെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതുവരെ പോകാം. അതല്ലെങ്കിൽ 1 മണിക്കൂർ 7:15 ഒരു 8:15 വരെ, അല്ലെങ്കിൽ 7 മണി തൊട്ട് 8 മണി വരെ ഒന്ന് പഠിച്ച് നിർത്താം. 8 മണിക്ക് ഡിന്നർ കഴിക്കുക. അവിടെ ഡിന്നർ കഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ എല്ലായിടത്തും അരമണിക്കൂർ കൂട്ടിയാണ് പറയുന്നത്, 1 മണിക്കൂർ എടുത്തോ. 9 മണി വരെ ഡിന്നർ, അതായത് 8 മണിക്ക് പോയി 9 മണി വരെ ഡിന്നർ കഴിച്ചു. 1 മണിക്കൂർ ഡിന്നർ കഴിക്കാനല്ല, അരമണിക്കൂർ ഡിന്നറും കഴിച്ച് സംസാരിച്ചൊക്കെ അങ്ങ് പോട്ടെ. ബാക്കി സമയം 9 മണി തൊട്ട് പിന്നെയും ഒരു 3 മണിക്കൂർ പഠിക്കാൻ കഴിയുമെങ്കിൽ 3 മണിക്കൂർ, അല്ലെങ്കിൽ 11 മണി വരെ എന്തായാലും നിങ്ങൾ പഠിക്കും അല്ലേ? അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ 13 മണിക്കൂറോളം പഠിച്ചിട്ടുണ്ട്. ഈ 13 മണിക്കൂറിൽ ഒരു കുറവും വരുത്തരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിവിടെ ക്ലാസ്സിലായിരിക്കുമ്പോൾ 8 hours നിങ്ങൾ ക്യാമ്പസിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു 4 മണിക്കൂർ നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിൽ ചിലവാക്കുന്നുണ്ട്. സോ 12 മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഈ 8 മണിക്കൂർ ക്ലാസ്സിലിരിക്കുന്നതിൽ ഈ 8 മണിക്കൂറും നിങ്ങൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും 8 മണിക്കൂർ നിങ്ങൾ അങ്ങനെ ഒരു ആംബിയൻസിൽ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിൽ നിങ്ങൾ ഇരിപ്പുണ്ട്. വീട്ടിലാവുമ്പോൾ ആ ആംബിയൻസ് മാറുകയാണ്. ഈ 8 മണിക്കൂറും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്നത് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ ഷെഡ്യൂൾ പറഞ്ഞത്. ഈ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഇതുപോലെ ഇതേ സമയത്ത് ഫോളോ ചെയ്യണം എന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 13 മുതൽ 14 മണിക്കൂർ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് 10 ദിവസം 13 മണിക്കൂർ വെച്ചിട്ടായാൽ പോലും 130 മണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 130 മണിക്കൂർ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ പെൻഡിങ് ടോപ്പിക്സ് തീർക്കാനും, നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് NCERT വായിച്ച് റിവൈസ് ചെയ്യാനും, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനും കഴിയും. ഇനി വേറെയും ഒരു കാര്യം, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, മോഡൽ എക്സാം ഒക്കെ തുടങ്ങുന്നു. ഒരു പക്ഷേ ഈ സമയമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ MBBS വേണോ വേണ്ടേ, മറ്റു കോഴ്സ് വേണോ വേണ്ടേ, അങ്ങനെയുള്ള തൽക്കാലം അത്തരം ഡിസ്കഷനുകളെല്ലാം തന്നെ മാറ്റിവെക്കാം. അതിനെല്ലാം നമുക്ക് സമയമുണ്ട്. വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഡിസ്കഷനുകൾ നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം കിട്ടും. ആ സമയത്ത് നമുക്ക് ചെയ്യാം. തൽക്കാലം നിങ്ങൾ അങ്ങനെയുള്ള ടോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം. രക്ഷിതാക്കളും നിങ്ങളുടെ ഇത്രയല്ലേ നിന്റെ മാർക്ക്, ഇതല്ലേ നിന്റെ ഒരു ലെവൽ, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, ഇനി എന്താ നിന്റെ പരിപാടി, മോഡൽ എക്സാം വരികയല്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കും അവോയ്ഡ് ചെയ്യാം. സോ ഈ പറഞ്ഞ അവേഴ്സ് കൃത്യമായി തിരിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക. ഇനി വേറെയും ഒരു കാര്യം, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ടൈം ടേബിൾ 5 മണി തൊട്ട് 8 മണി വരെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതൊന്ന് എഴുതി വെച്ചോ. ഞാനിതാ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന ദിവസം ഞാൻ ഇന്ന് രാവിലെ 5 മണി തൊട്ട് 8 മണി വരെ ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സ് എന്ന് എഴുതി വെച്ചാൽ ഈ 5 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്ത് ഇൻ ബിറ്റ്വീൻ ഒരിക്കലും ഫിസിക്സ് മാറ്റി കെമിസ്ട്രി എടുക്കരുത്. അതിന് കാരണം ഒരേ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ ഫിസിക്സ് തന്നെ പഠിച്ച് ബോറടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ബോറടി തോന്നുന്നവരാണ്, എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾ തന്നെ തുടങ്ങുന്നതിന് മുൻപ് 5 മുതൽ 6 വരെ ഫിസിക്സ്, 6 മുതൽ 7 വരെ കെമിസ്ട്രി, 7 മുതൽ 8 വരെ ബയോളജി, ഇങ്ങനെ എഴുതി വെക്കണം. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫിസിക്സ് 3 മണിക്കൂർ പഠിക്കാമെന്ന് കരുതി ഫിസിക്സ് എടുത്തു വെച്ച് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വായിച്ചു തുടങ്ങുമ്പോഴോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു പോയാൽ, അയ്യോ ഇത് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം കൂടി വിരകി ഒരു സബ്ജക്റ്റും ഇല്ലാതെ ആകരുത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ റാൻഡമായിട്ട് ചുമ്മാ വായിച്ച് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് കൃത്യമായത് പറയുന്നത്. നിങ്ങൾക്ക് 3 മണിക്കൂർ കൃത്യമായിട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സബ്ജക്റ്റ് പറഞ്ഞ് ഇരുന്നുള്ളൂ. അതല്ല കുറച്ചൊന്ന് വ്യത്യാസം വേണം, 1.5 മണിക്കൂർ കട്ട് ചെയ്യണോ, കട്ട് ചെയ്ത് 2 സബ്ജക്റ്റ് ആക്കിക്കോളൂ. കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യണോ, നമുക്ക് 3 മണിക്കൂറും 3 സബ്ജക്റ്റ് പഠിക്കാം. ചുരുക്കം പറഞ്ഞാൽ ഒരു ഡെയിലി ടൈം ടേബിൾ ഒരു ഡേയിൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ആ ദിവസം ഞാൻ തുടങ്ങുന്ന 5 മണി തൊട്ട് 8 മണി വരെ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് പ്ലാൻ ചെയ്താൽ അതൊരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ മുൻപിൽ ഒട്ടിച്ചു വെക്കൂ. ആ വെള്ള പേപ്പറിനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യൂ. അതിൻ്റെ ഇടയിൽ ഒരിക്കലും അത് മാറരുത്. ഒരു പക്ഷേ തിയറി വായിച്ചുകൊണ്ടിരുന്ന ബോറടിക്കുമ്പോൾ സ്വിച്ച് ചെയ്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം, സെയിം സബ്ജക്റ്റ്. പക്ഷെ സബ്ജക്റ്റ് ഇട്ട് ചാപ്റ്റർ ഇട്ട് ഓടിപ്പോയിട്ട് ഒരു കാര്യവുമില്ല. ഇനി സബ്ജക്റ്റ് പറയുമ്പോൾ ചാപ്റ്ററും പറയണമല്ലോ. സേ ഫോർ എക്സാമ്പിൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് തുടങ്ങിയത്. പകുതി പഠിച്ചപ്പോൾ ബോറടിക്കുന്നു, എന്നാൽ കുറച്ചുകൂടെ കോണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ജെനറ്റിക്സ് പഠിക്കാം എന്ന് വിചാരിച്ച് അതിനെ അവിടെ കളഞ്ഞിട്ട് പോകരുത്. ആദ്യത്തെ 1 മണിക്കൂർ ഞാനിന്ന് പഠിക്കുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെന്ന് വിചാരിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ
ആ 1 മണിക്കൂറും നിങ്ങൾ അത് തന്നെ പഠിക്കണം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. എനിക്ക് പെൻഡിങ് ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എനിക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്താണ്, അല്ലെങ്കിൽ കണ്ടന്റ് എന്താണ്. ചിലപ്പോൾ ഒരു ചാപ്റ്റർ കാണില്ല, ഒരു കണ്ടന്റേ കാണൂ. കണ്ടന്റ് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞ് ടൈം ടേബിളിൽ അതൊന്ന് എഴുതി വെക്കുക. എഴുതി തന്നെ വെക്കുക. മനസ്സിലുള്ള പ്ലാനിങ് വേണ്ട. എഴുതി വച്ചിട്ട് വെറുതെ എഴുതി പേപ്പറിൽ വെച്ചാൽ പോരാ. ആ പേപ്പർ കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ചാൽ അയ്യോ ഞാൻ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നോ, ഫിസിക്സ് എടുക്കുമ്പോൾ കെമിസ്ട്രി പഠിക്കണം എന്ന് തോന്നുന്നു എന്നോ, അത് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റിയില്ലെന്നോ, അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ പറയാൻ സാധ്യതയുള്ള നമ്മുടെ ഒരു വിധത്തിൽപ്പെട്ട കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ അവിടെ അങ്ങ് ഒഴിഞ്ഞു പോകും. സോ ഞാൻ ഈ പറഞ്ഞ അപ്രോച്ചിനെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ ഫിസിക്സ് പഠിക്കാം, അതൊന്നും എഴുതിയൊന്നും വെക്കണ്ട, ചുമ്മാ ഞാനങ്ങ് പഠിക്കാം. അങ്ങനെ ഇരിക്കരുത്. ഒരു വെള്ള പേപ്പറിൽ അതങ്ങ് എഴുതി വെച്ചു. അത് എഴുതി വെക്കുന്ന ഒരു മിനിറ്റ് അങ്ങ് പൊയ്ക്കോട്ടെ, സാരമില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് നിങ്ങൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കരുതരുത്. കാരണം അത് കൃത്യതയോടെ പഠിക്കാൻ, ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ, സബ്ജക്റ്റ് ചാടാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. സോ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നത് 130 മണിക്കൂറുകളാണ്. ഇനി ഒരു ദിവസം 13 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 13 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറിൽ 6 മണിക്കൂർ നമ്മൾ കമ്പൽസറി ആയി ഉറങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ 13ഉം 6ഉം 19 മണിക്കൂർ. ബാക്കിയും നമുക്ക് സമയമുണ്ട്. ഒരു 5 മണിക്കൂറോളം നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. വീട്ടുകാരുമായിട്ട് ചെലവഴിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നീഡുകൾക്ക് മാറ്റി വയ്ക്കാനും ഒക്കെ നമുക്ക് 5 മണിക്കൂർ മതി. ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ട് 5 മണിക്കൂർ മതിയോ? ഡെഫിനറ്റായിട്ടും മതി. കാരണം നിങ്ങൾ ഈ ക്യാമ്പസിലായിരുന്നപ്പോൾ അത്രയും സമയമാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഉറക്ക സമയം ഞാൻ വിട്ടിട്ടാണ് പറയുന്നത്. ഉറങ്ങുന്നത് 6 മണിക്കൂർ കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുന്നു. ഇനി വേറെയും ഒരു കാര്യം, ഈ 5 മണിക്കൂറിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 13 എന്നുള്ളത് നിങ്ങൾക്ക് 15 മണിക്കൂർ വരെ പഠിക്കാം. ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറയില്ല. 6 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങിക്കോ. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ വീണ്ടും 130 മണിക്കൂർ എന്നുള്ളത് ഗോൾഡൻ 150 അവേഴ്സ് ആയിട്ട് മാറും. സോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, വ്യക്തമായ ചുവടുവയ്പോടുകൂടി നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ തന്നെ ഈ ക്രിസ്മസ് വെക്കേഷൻ അല്ലാതെ ഒരു സ്റ്റഡി ലീവായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാനും ശിവൻ സാറും കൂടെ ഉള്ളൊരു വീഡിയോയിൽ എന്തിനാണ് ഇത്രയും ലീവ്, കുട്ടികൾ പഠിക്കില്ല, 10 ദിവസം വേണ്ടായിരുന്നു എന്ന് ആരോ ചോദിച്ച് കണ്ടു. ഒരു പക്ഷേ ക്ലാസ് റൂമിൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അത് കുഞ്ഞ് പഠിക്കണ്ട എന്ന് കരുതിയിട്ടേയില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതനുസരിച്ച്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഉണ്ടാക്കുന്ന ടൈം ടേബിളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കില്ല, ഇത്ര മണിക്കൂറുകൾ ഞാൻ അതിനു വേണ്ടി ഇടും എന്ന് ഉറപ്പിച്ചാൽ അത്രയും മണിക്കൂറുകൾ തന്നെ അതിനു വേണ്ടി ചെലവഴിക്കണം. അതിനിടയിൽ ബന്ധുക്കൾ വരാം, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുന്ന ഒരു നിർബന്ധം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആകാം. പക്ഷേ ഇതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കരുത്. നിങ്ങളുടെ ടൈം ടേബിൾ അവറിൽ പഠിക്കാനുള്ള സമയം ഞാൻ പഠിക്കുകയാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാൻ ഒരു പക്ഷേ രക്ഷിതാക്കൾക്കും കഴിയും. കാരണം കുട്ടികൾ എഴുതുന്ന ടൈം ടേബിൾ ഒന്ന് നോക്കിയിട്ട് അവൻ ഇത് പഠിക്കുന്ന സമയമാണ്, പഠിക്കാൻ എഴുതി വച്ചിരിക്കുന്ന സമയമാണ് എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും. സോ ഈ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആയിരിക്കട്ടെ. ഒപ്പം തന്നെ 2026 നിങ്ങളുടേതായിരിക്കട്ടെ. ബ്രില്യൻറ്റ് ഫാമിലിയുടെ എൻറ്റയർ ഹാപ്പി ന്യൂ ഇയർ. Brilliant Study Center, India's #1 coaching center for NEET and JEE.